ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെറുപയർ കറി റെഡിയാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി തലേദിവസം രാത്രി നമ്മൾ 1.5 കപ്പ് ചെറുപയർ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുപയർ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞത് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെറുപയർ വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1.25 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 4 ചെറിയുള്ളി അരിഞ്ഞതും 3 വെളുത്തുള്ളി അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് അടിച്ചു മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കറി താളിച്ചെടുക്കാനായിട്ട് മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 7 ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളിയും ആണ് നമ്മൾ ചതച്ച് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചതച്ച മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ ചതച്ച മുളകിൻ്റെയൊക്കെ പച്ചമുളക് മാറി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പം നമ്മുടെ ഈ കറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ തിക്കായിട്ടുള്ള പരുവത്തിൽ തന്നെ മതിയെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുട്ടിനൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ചാറോടുകൂടി കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. വീണ്ടും ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ടിനൊപ്പം അല്ലെങ്കിൽ ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ പുട്ടിന് നല്ലൊരു കോംബോയാണ് ഈ ചെറുപയർ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ചെറുപയർ കറി റെഡിയാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.